നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഒരു ചെറിയ ലോഡിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു 6-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളെ ലോറി ഫീൽഡിൽ നിന്നൊന്ന് മാറി നിന്നതായിരുന്നു. അപ്പോൾ തിരിച്ച് കയറുന്നല്ല, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ലോഡാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ കയറ്റി വെച്ച ലോഡായിരുന്നു. അപ്പോൾ മൂപ്പർക്കൊരു മരിപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇത് കൊണ്ടുപോയി ഇറക്കുമോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് വന്നതാണ്. അപ്പോൾ കോയമ്പത്തൂർക്കാണ് ലോഡ്. നമ്മളിപ്പോൾ ഏകദേശം വാളയാറൊക്കെ എത്താനായി. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ ക്ലിയറും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലാണ്, പിന്നെ ഇരുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് പോയി നോക്കാം. ഇതിപ്പോൾ രാവിലേക്ക് ഇറക്കേണ്ട ലോഡാണ്. നാളെ ശനിയാഴ്ചയാണ്. ഇറക്കിയിട്ട് വേറെ ലോഡാകുമോ അതോ എന്താണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. അതുങ്ങളെ നമ്മളങ്ങനെ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഉള്ളൂ. ലോഡിൻ്റെ വെയിറ്റ് തൂക്കിയിട്ടിപ്പോൾ ഈ കമ്പനിക്ക് എത്താനായി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ അധികം വീഡിയോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ അധികം എടുക്കാറില്ല. ഇതാ തോന്നുന്നുണ്ട് കമ്പനി. ഈ സാധനമാണ് നമ്മളെ ലോഡ്, മരത്തിൻ്റെ പൊടി. ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇവിടെ വേറൊരു വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ഇവിടെ വേറൊരു വണ്ടിയും കൂടെ ലോഡ് ഇറക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു എക്കോമെറ്റ്. നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. സൗണ്ട് കുറച്ച് കമ്മിയാണ്, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം. നമ്മളിവിടെ വെയിറ്റിംഗ്. ഇവിടെ 9 മണിയാവും ഇവരെ എത്താനെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ വണ്ടി. ആദ്യം നമ്മൾ ഇത്രയും കാലം വീഡിയോയിൽ മഹീന്ദ്രേൻ്റെ ഫ്യൂരി ആയിരുന്നു. ടാറ്റൻ്റെ 1512 സെയിം, മറ്റേ നമ്മളെ ഫ്യൂരിൻ്റെ അതേ പാസിംഗ് ആണ്, 10 ടൺ പാസിങ്. ഈ ലോഡ് ഇപ്പോൾ 6 ടണ്ണേ ഉള്ളൂ. 8 മാസത്തിന് ശേഷമാണ് ഞാൻ പിന്നെയും ലോറി കയറണത്. ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ പോകാൻ പറ്റുമോ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ വന്നതാണ്. നമ്മളെ പഴയ വണ്ടി തന്നെ ചിലപ്പോൾ നമുക്ക് വരും. നമ്മളെ പഴയ വണ്ടി ബ്രേക്കിന് ഇട്ടുകയാണ്, അപ്പോൾ കുറച്ച് ദിവസം ആവും കിട്ടാൻ. നമ്മളെ ഇൻറ്റീരിയർ നമ്മളെ ബർത്തൊക്കെയുള്ള മോഡലാണ്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടാണ്. ഇപ്പോഴും ഒരു അനക്കല്ല, ആരും എത്തിയിട്ടില്ല. ലോഡ് ഇറക്കുന്ന ആൾക്കാരൊന്നും. നമ്മളിതുപോലെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ മംഗലാപുരത്താണ് ഈ ലോഡ് കയറ്റി ചെയ്യണത്. നമ്മളെ സെയിം ലോഡ് തന്നെ, ഈ പ്ലൈവുഡിൻ്റെ പൊടി. ഇത് ഏകദേശം 15 ടൺ ഉണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ കോമേറ്റിൽ തമിഴ്നാട് വണ്ടിയാണ്, മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവരണതാണ്. അങ്ങനെ നമ്മളെ വണ്ടിയിൽ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മറ്റേ വണ്ടിയിലും നമ്മളെ വണ്ടിയിൽ 2 ഐറ്റം സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ചാക്ക ഉണ്ടായിരുന്നു, അത് കുറച്ച് ഇറക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാട്ടോ, വെരി ചൂട്. പോരാതിന് നല്ല പൊടിയും നല്ല കാറ്റും, അടിപൊളി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സാധനം ആദ്യത്തെ ഇറക്കിയിട്ട് ഒന്നുകൂടി വെയിറ്റ് തൂക്കി വീണ്ടും വന്നതാണ്. ഇവിടെ വെയിറ്റിംഗ് ആണ് വീണ്ടും. ഇത് കാപ്പിക്കുരുവിൻ്റെ തൊണ്ടാണ് സാധനം, നമ്മളെ കാപ്പിക്കുരുവിൻ്റെ തൊലി. നമ്മളിതുപോലെ പണ്ടൊരു സ്ഥലത്ത് ഇതുപോലെ ലോഡ് ഇറക്കിയിട്ടുണ്ട് ഈ സാധനം. സമയം 12:15 നമ്മൾ രാവിലെ 7:30 എത്തിയ ഇവിടെ. ഇപ്പോഴും തീരുമാനമായില്ല. ആകെ ഒരു JCB ഉള്ളൂ. അതുകൊണ്ട് വേണം എല്ലാ വണ്ടിയും ഇറക്കാൻ. അതാണെങ്കിൽ ഓരോ ഐറ്റംസ് ആയതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കുകയാണ്. കുറച്ച് നമ്മളെ വണ്ടിയിൽ ഇതായി സാധനം തന്നെ ഇറക്കാനുള്ളത്. അതിന് ഞാൻ അവിടുത്തെ ആ പൊടി ഇറക്കിയിട്ട് വേണം ഇവിടുത്തെ ഇറക്കാൻ. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അവിടെ
അങ്ങനെ നമ്മളെ വണ്ടിയത്തെ ലോഡ് ബാക്കിയുള്ള ലോഡും കൂടി ഇറക്കിക്കൊണ്ട് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് 3 മണി, കൃത്യം 3 മണിയായി. രാവിലെ 7:30 വന്ന് നമ്മളെ ലോഡ് ഇപ്പോഴാണ് ഇറക്കി കഴിഞ്ഞത്. ഈ കാണുന്നതാണ് നമ്മളെ ബേ ബ്രിഡ്ജ്. ഇപ്പോൾ ഇവിടെ കാലി തൂക്കി ആ ലോഡ് അങ്ങനെ ഫിനിഷായി. നമുക്ക് അടുത്തൊരു ലോഡായിട്ടുണ്ട് കാസർഗോഡ്, ഇവിടെ അടുത്തുനിന്ന് തന്നെ. അപ്പോൾ അത് കയറ്റാൻ പോകാനുള്ള പരിപാടിയിലാണ് ഇനി. അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡുമായിട്ട് വരാം. ഇനി ചിലപ്പോൾ കുറച്ച് ലേഗായിട്ട് വീഡിയോ വരുള്ളൂ. ഈ ലോഡ് നമ്മൾ ഫുള്ളായി പോവില്ല, പകുതി വരെ പോവുള്ളൂ. അപ്പോൾ പോയിട്ട് വരാം, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.